ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിതാ ഓട്ടടയുടെ റെസിപ്പി ആയിട്ട് വന്നത്. ഓട്ടുപോള, ഓട്ടട അങ്ങനെയെല്ലാം പറയും. അപ്പോൾ ഇത് അധികം ഉണ്ടാക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരാറില്ല, അത് പൊങ്ങി വരുന്നില്ല, ഓട്ട വരുന്നില്ല. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫ്ലോപ്പായ ഒരു വീഡിയോയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാ പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 കപ്പ് പച്ചരി തലേദിവസം കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. അരക്കപ്പിലും കുറച്ച് കൂടുതലായിട്ട് തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരി അരക്കാനുള്ള പാകത്തിനുള്ള വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ അരക്കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചത്. എന്നിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുക. അരക്കുന്ന സമയത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു. ഇനി ഇതിലേക്ക് ഇതാ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് 1 കപ്പ് എടുത്തിട്ടുണ്ട്, ഫുള്ള് ഒഴിക്കുന്നില്ല, കുറച്ച് ഒഴിച്ചിട്ട് നമ്മളിത് അതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇവിടെ അരക്കപ്പോളം വെള്ളം എനിക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്കായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായി മിക്സാക്കി എടുക്കണം. ചൂടുവെള്ളം ഒഴിച്ച ഉടനെ മിക്സാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ടയായിട്ട് വരും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു ഫ്ലെയിം ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. അതിൻ്റെ സൈഡിലേക്കാണ് തീയൊക്കെ പോകുന്നത്. സൈഡെല്ലാം നടുഭാഗത്തായിട്ട് നല്ല ഫ്ലെയിം ഉണ്ടെങ്കിലാണ് നമ്മൾ ഓട് നല്ല ചൂടായിട്ട് വരുന്നത്. അല്ലെങ്കിൽ നടുഭാഗത്ത് പൊങ്ങിയില്ലാതെയും അത് ഒരു കല്ലിപ്പ് പോലെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഇപ്പം നമ്മൾ ഒഴിച്ച ഈ ഒരു മാവുണ്ടല്ലോ, സൈഡെല്ലാം നല്ല ഫ്ലെയിം ആയതുകൊണ്ട് തന്നെ നല്ല ഓട്ടയെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുഭാഗത്ത് കുറച്ച് ഓട്ട വരാനും ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഇത് അടച്ച് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ നടുഭാഗത്തും നല്ല രീതിയിൽ പൊങ്ങി വരും. അപ്പോൾ ഇതിൻ്റെ നടുഭാഗം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഒട്ട് പൊങ്ങി വന്നില്ല. അങ്ങനെയല്ല നമുക്ക് വേണ്ട, നടുവിലെല്ലാം പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ നടുവിൽ ഫ്ലെയിം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല ചൂടായ ഈ ഒരു ഓടിലോട്ട് നടുഭാഗത്ത് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് നോക്കാം. അപ്പോൾ നല്ലോണം ബബിൾ വന്നിട്ട് അത് ഫുള്ളായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നല്ല ചൂടായി എന്നാണ് അർത്ഥം കേട്ടോ. എന്നിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യണം, വീണ്ടും ആ ഒരു ചൂടിലേക്ക് എത്താൻ. വീണ്ടും അപ്പോൾ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാനും പാടില്ല. എന്നിട്ട് ഇതുപോലെ നല്ല സാവധാനത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഫുള്ളായിട്ടൊന്ന് ഓട്ട വരണം കേട്ടോ. അപ്പോഴാണ് നമ്മളിത് അടച്ചു കൊടുക്കുന്നത്. അപ്പോൾ സൈഡെല്ലാം നല്ല ഓട്ട വന്നിട്ടുണ്ട്, നടുഭാഗം ഇപ്പോൾ അങ്ങനെ ഉണ്ടത്. അപ്പോൾ ഇതിൻ്റെ കാരണം അത് തന്നെയാണ് കേട്ടോ, ആ ഒരു ഫ്ലെയിം കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാനിത് ഒന്ന് തിരിച്ച് വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ചൂടാക്കി എടുത്തിട്ടെല്ലാം റെഡിയാക്കാൻ നോക്കി, പക്ഷേ കറക്റ്റ് ആയില്ല. ഇങ്ങനത്തെ സ്റ്റൗളിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് വെക്കാൻ വേറെ തന്നെ ഒരു സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിച്ചിട്ട് ചെയ്യാട്ടോ. അപ്പോൾ ഇതല്ലാതെ നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് ഉള്ളത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്ലെയിം നടുഭാഗത്തേക്ക് വരാനുള്ള ഒരു സാധനം നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ നോക്കിക്കോ. പിന്നെ ഇത് എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയാലും അത്ര നല്ല ഫ്ലെയിം ആക്കിയെങ്കിലും നടുഭാഗത്ത് ഫ്ലെയിം കിട്ടിയില്ലെങ്കിൽ ഇത് എത്രയായാലും കറക്റ്റ് ആവില്ല കേട്ടോ. അപ്പോൾ നല്ലോണം ഓട്ടയെല്ലാം വന്നിട്ടുണ്ട്, പക്ഷെ നടുഭാഗത്ത് മാത്രം ഇത് ഒലിഞ്ഞ് നിൽക്കുന്ന പോലെയാണുള്ളത്. അപ്പോൾ ഓട്ടുപോള ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഞാൻ മുമ്പ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത്. ഇത് നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ ആ ഫ്ലെയിമിലെല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആ പൊങ്ങി വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓട്ടുപോളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ സ്ക്രീനിലും ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അത് കണ്ടു നോക്ക്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ആണത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് എൻ്റെ കറക്റ്റായിട്ടുള്ളത് എന്നുള്ളത് വിചാരിച്ചിട്ട് മറ്റേത് കാണിക്കായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു രീതിയിലല്ല, നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളത് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഷെയർ ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.